ദൈവത്തെ കണക്കുള്ള അപ്പന്മാർ ഈ കുടുംബത്തെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സ്നേഹിക്കുമ്പോൾ ആ കുടുംബം പിന്നീട് ഒരിക്കലും തകർച്ചയിലേക്കോ തളർച്ചയിലേക്കോ ഇടർച്ചകളിലേക്കോ പോകുന്നില്ലെന്നുള്ളതാണ് സത്യം. സ്വർഗത്തിലുള്ള ദൈവം അപ്പനാണെന്ന് പഠിപ്പിച്ചു തന്ന കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വിട്ടുകൊടുക്കുക. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ ഓർമ്മ വരുന്നുണ്ട്. ഈശോയ്ക്ക് സ്വർഗത്തിലുള്ള ദൈവം അപ്പനാണെന്ന് തോന്നിച്ചതിൻ്റെ കാരണം ഇങ്ങനെ ദൈവത്തെ കണക്കൊരപ്പൻ വിശുദ്ധ ഔസേപ്പ് പിതാവ് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കണം. ദൈവം പറഞ്ഞതനുസരിച്ച്, സ്വർഗദൂതൻ പറഞ്ഞതനുസരിച്ച് മാത്രം തിരുക്കുടുംബത്തെ നയിച്ച ഒരാൾ. നമ്മുടെ അപ്പന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ഇതിനു വേണ്ടിയിട്ടാണ്. ദൈവം പറയണതനുസരിച്ച്, സ്വർഗത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളെ നയിക്കാൻ നമ്മുടെ അപ്പന്മാരെ അപ്പച്ചന്മാരെ ഒക്കെ സഹായിക്കണമേ എന്ന്. അങ്ങനെ അവർ ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്ന മനുഷ്യരായി നമ്മുടെ ഈ കുടുംബത്തിൽ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പ എന്നുള്ള വിളിയോടുകൂടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ അപ്പച്ചനെ, നമ്മുടെ ചാച്ചനെ, നമ്മുടെ പപ്പയെ, നമ്മുടെ ഡാഡിയെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് വലിയ സ്വർഗീയ അനുഗ്രഹം ഇപ്പോൾ ഈ നിമിഷം അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയോടും ആഗ്രഹത്തോടും കൂടെ നമുക്ക് ആരാധനയ്ക്ക് മുൻപിൽ മുട്ടിന്മേലായി